നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് കാലത്തെ തന്നെ നമ്മളൊരു ട്രേഡ് എടുത്തായിരുന്നു. അത് BPCLലാണ് നമ്മളിന്ന് ട്രേഡ് എടുത്തേക്കുന്നത്. നമ്മൾ ട്രേഡ് എടുത്ത സ്ഥലം ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ എൻട്രി പോയിൻ്റ് വന്നേക്കുന്നത്. 647 രൂപ 15 പൈസയ്ക്ക് നമ്മൾ എൻട്രി എടുത്തു. അതിൻ്റെ ലോജിക്ക് ഇതാണ്. മുകളിലൊരു റെസിസ്റ്റൻസ് ലൈൻ ഉണ്ടായിരുന്നു. മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അവിടെയാണ്. അവിടെ നിന്ന് താഴത്തേക്ക് ഫോളോ ചെയ്യുന്നു. സോ നമ്മളവിടെ തന്നെ എൻട്രി എടുത്തു. ഇനി നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം 637 രൂപ 50 പൈസയാണ് നമ്മുടെ ടാർഗറ്റ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 1:1 നമ്മളിവിടെ ട്രയൽ ചെയ്തിട്ടുണ്ട്. 643 രൂപ 75 പൈസ. ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയാലും നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം 3 രൂപ 30 പൈസയാണ് സ്റ്റോപ്പ് ലോസ്. അത്രയും തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്വാണ്ടിറ്റി വരുന്നത് 38 എണ്ണമാണ്. ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് 1:2. അപ്പോൾ 1:2 മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ നല്ലൊരു മൂമെൻറ്റം ഈ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ ഒരു ലൈനിലേക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് റിവേഴ്സായി പോയി ഹിറ്റ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. കാരണം നമുക്ക് 1:1 പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ അത് ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ ഇവിടെ നമ്മൾ ട്രയൽ ചെയ്തേക്കുവാണ്. അതേതെങ്കിലും ഒന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ അറിയിക്കാം. ഓക്കെ, നമ്മളുടെ 1:1 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓർഡർ ബുക്ക് ഒന്ന് നോക്കാം. എത്രയാണ് നമുക്ക് പ്രോഫിറ്റ് വന്നത് ഇവിടെ കാണാം. ഇന്നത്തെ P&L ഇതാണ്, 121 രൂപ. അപ്പോൾ ഇന്നലെയും നമുക്ക് ഏകദേശം ഇത്രയും തുകയാണ് നഷ്ടം വന്നത്. അത്രയും തുക ഇന്ന് ഇപ്പോൾ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റോപ്പ് ലോസ് ട്രയലിംഗ്. ആദ്യം നമ്മളിവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത്. മാർക്കറ്റ് ഇത്രയും മൂവ് ചെയ്തു 1:2 ഹിറ്റ് ചെയ്തപ്പോൾ നമ്മൾ അതെടുത്ത് 1:1 ട്രയൽ ചെയ്തു. എന്തിനാണ് ട്രയൽ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റിലേക്ക്, അതായത് ഇതും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം നമുക്ക് താഴത്തേക്ക് പോകണം. അപ്പോൾ നല്ലൊരു റിട്ടേൺ കൂടുതൽ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ തിരിച്ചു വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കാതെ കൂടുതൽ ലാഭം കൂട്ടാനുള്ളൊരു മെത്തേഡാണ് ട്രയലിംഗ്. അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അവസരം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അത് വിശദമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ നോക്കുന്നത് ഇത്രയേ ഉള്ളൂ. 100 ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ഒരു ട്രേഡാണ് നമ്മൾ ഒരു ദിവസം എടുക്കുന്നത്. അപ്പോൾ 100 ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം 100 ദിവസം കൊണ്ടായിരിക്കും എടുക്കുന്നത്. ഇന്നലെ വരെ നമ്മൾ 8 ട്രേഡ് എടുത്തപ്പോൾ 4 പ്രോഫിറ്റും 4 ലോസും ആയിരുന്നു. ഇന്ന് വന്നിട്ട് 9 ട്രേഡ്, അതിനകത്ത് 5 പ്രോഫിറ്റും 4 ലോസുമായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ആക്ച്വലി 100-ൽ 40% വിന്ന് കിട്ടിയാൽ മതി നമുക്കിതിനകത്ത് വിജയിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. അപ്പോൾ 100 ദിവസം എത്തുമ്പോൾ എത്ര എത്തിയിട്ടുണ്ടാകും എന്ന് നമുക്ക് നോക്കാം. അതിലാണ് കാര്യം. അപ്പോൾ 100 ദിവസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളോട് വേറൊരു കാര്യവും കൂടെ പറയാം. കാരണം ഈ സ്റ്റോക്ക് ട്രേഡിങ് വരുമ്പോൾ നമുക്ക് കാലാവസ്ഥ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. കാരണം വീട്ടിലിരുന്നോ ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിൽ നമ്മൾ പണം ഇറക്കുമ്പോൾ നമുക്കറിയാം, ഒരു ഷോപ്പ് നമ്മളിടുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളതിനകത്ത് പണം ഇറക്കിക്കഴിഞ്ഞാൽ അതിനെ കോമ്പൗണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ബിസിനസ്സിൽ അതൊരു ലിമിറ്റുണ്ട്. ഒരു പരിധിക്കപ്പുറത്തേക്ക് കോമ്പൗണ്ടിങ് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ അവിടെ ഇറക്കുന്ന പൈസയ്ക്കൊരു ലിമിറ്റ് ഉണ്ടാകും. അപ്പോൾ കൂടുതൽ പൈസ ഇറക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ഫ്രാഞ്ചൈസീസ്, കൂടുതൽ ബ്രാഞ്ചുകളൊക്കെ ഇടേണ്ടി വരും. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റ് ആകുമ്പോൾ അതിൻ്റെ പരിധി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 5,000 റുപ്പീസിൽ ആരംഭിക്കുന്ന ഒരാൾക്ക് പോലും വലിയ വലിയ ഫിഗറിലേക്ക്, അതായത് ഒരു ബിസിനസ്സിൽ ഇറക്കാൻ പറ്റില്ല, അത് അത്രയും തുക ഇറക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റുന്നൊരു മേഖലയാണ്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് മുമ്പേ നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായ കുറേ കാര്യങ്ങൾ കാണിച്ചു തരേണ്ടതുണ്ട്. അപ്പോൾ ഒരു 100 ദിവസം നമ്മൾ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും പിന്നീട് നമ്മൾ പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു 100 ദിവസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.